ഈ ആഗോള അയ്യപ്പ സംഗമം ഒരു ഇലക്ഷൻ സ്റ്റണ്ട് ആണെന്നാണ് കോൺഗ്രസും ബി.ജെ.പിയും ഒരുപോലെ പറയുന്നത്. അത് സർക്കാരിന്റെ ഇലക്ഷൻ സ്റ്റണ്ട് ആണോ? എന്താണ് ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത്? ഇത് വലിയ പൊല്ലാപ്പായല്ലോ. പിന്നെ കുരുപൊട്ടുന്നത് ഇത്തരം സംവിധാനങ്ങളെല്ലാം എല്ലാ കാലത്തും അത് തങ്ങളുടെ ചൊൽപ്പടിയിലാണ്. അതുകൊണ്ട് ഇവിടത്തെ വിശ്വാസി സമൂഹമൊക്കെ ഞങ്ങൾ പറയുന്നത് പോലെയാണ് എന്ന് കരുതുന്ന ചില വർഗീയവാദികളുണ്ട്. ആ വർഗീയവാദികൾക്ക് കുരുപൊട്ടും. അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ശബരിമലയുടെ ഏറ്റവും ദാർശനികമായ സന്ദേശം മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള മതനിരപേക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള നമ്മുടെ നാടിന്റെ ബഹുസ്വര സവിശേഷതകളെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു അയ്യപ്പ സംഗമം നടക്കുന്നത് ഈ എല്ലാ കാലത്തും വിശ്വാസികളെയും മതചിഹ്നങ്ങളെയുമെല്ലാം തങ്ങളുടെ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന അധികാരത്തിന്റെ രാഷ്ട്രീയാധികാരത്തിന്റെ പടവുകൾ കീഴടക്കാൻ വേണ്ടിയിട്ട് വിശ്വാസത്തെയും വിശ്വാസ ചിഹ്നങ്ങളെയും ഉപയോഗപ്പെടുത്തുന്ന വർഗീയവാദികൾക്കും മതമൗലികവാദികൾക്കും കുരുപൊട്ടും. അതല്ലാത്ത ഒരാൾക്കും ഇതിനെക്കുറിച്ച് യാതൊരു ആശങ്കയും ഉണ്ടാകില്ല. ശരി, ശ്രീപത്മനാഭൻ, എന്തിനാണ് നിങ്ങൾക്ക് ഈ ആഗോള അയ്യപ്പ സംഗമം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സർക്കാരിനെ കൂടി ചേർത്ത് നടത്തുമ്പോൾ കുരുപൊട്ടുന്നത് എന്നാണ് ശ്രീ വി.പി. മുസ്തഫ ചോദിക്കുന്നത്. ശരിക്കും ഇത് ഇന്നിപ്പോ കുമ്മനം പറഞ്ഞതാണെങ്കിലും ഈ വീണ്ടും ശബരിമലയെ ഒരു വിവാദ വിഷയമാക്കേണ്ടതില്ല, അതിന് സർക്കാർ ശ്രമിക്കുന്നു എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ആരാണ് ഈ വിഷയത്തെ കൂടുതൽ വിവാദമാക്കുന്നത്? ഇതിൽ എന്ത് വിവാദമാണ് ബി.ജെ.പി കാണുന്നത്? വിവരക്കേട് മൂത്തിട്ട് കാണിക്കുന്ന കോപ്പിരാട്ടിത്തരങ്ങൾക്ക് അവരുടെ തന്നെ ഭാഷയിൽ മറുപടി പറയാൻ ഞാനില്ല. അയാൾ ചില പദപ്രയോഗങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, വിവരക്കേട് മൂത്തിട്ട് കാണിക്കുന്ന കോപ്പിരാട്ടിത്തരങ്ങൾക്ക് അങ്ങോരുടെ ഭാഷയിൽ മറുപടി പറയാൻ ഞാനില്ല. 2018 കാണിച്ചത് അതാണ് അന്ന്. പറയാം. ഈ ഇവരെന്തിനാണ് നടത്തുന്നത്? ആര് പറഞ്ഞാ നടത്തുന്നത്? ഇത് നടത്തുന്നത് എവിടെ അറിയോ? പത്തനംതിട്ട ടൗൺ ഹാളിലല്ല, തിരുവനന്തപുരം ടൗൺ ഹാളിലല്ല, അയ്യപ്പന്റെ പൂങ്കാവനത്തിലാണ്. ഈ പൂങ്കാവനം എന്താണെന്നറിയോ മുസ്തഫേ? അറിയോ? ഞാൻ കുറെ കൊല്ലമായി എല്ലാ കൊല്ലവും കെട്ടുനിറച്ച് മലയ്ക്ക് പോകുന്ന ഒരു അയ്യപ്പ ഭക്തനാണ്. പൂങ്കാവനം എന്താണെന്നറിയോ? ആ പൂങ്കാവനത്തില് ഇതുപോലെ പരിപാടി നടത്തുമ്പോ ദേവപ്രശ്നത്തിൽ പറഞ്ഞിരുന്നോ? അല്ല ശ്രീപത്മനാഭൻ, മുൻപ് അവിടെ പമ്പാ സംഗമം നടന്നിരുന്നല്ലോ. അന്ന് നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ? ഓക്കെ, ഞാൻ പറയട്ടെ. പറഞ്ഞോളൂ. പിന്നെ ആരെ ഉദ്ഘാടനം ചെയ്യാൻ നിശ്ചയിച്ചത്? ആരെ ഉദ്ഘാടനം ചെയ്യാൻ നിശ്ചയിച്ചത്? സനാതന ധർമ്മം ഡെങ്കു ആണ്, മലേറിയ ആണ് എന്ന് പറയുന്ന സ്റ്റാലിനെയല്ലേ? ഇസ്ലാമിക മതം ഡെങ്കു ആണ്, മലേറിയ ആണെന്ന് പറയുന്ന ഒരാളെ പൊന്നാനി പള്ളിയിലെ പരിപാടിക്ക് വിളിച്ചാൽ കൊണ്ടുപോകുമോ? അങ്ങനെ കൊണ്ടുപോകുമോ? അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി ഡെങ്കു ആണ്, മലേറിയ ആണെന്ന് പറയുന്ന ഒരാളെ നിങ്ങൾ ഒരു ക്രിസ്ത്യൻ പള്ളിയിലേക്ക് പരിപാടിക്ക് കൊണ്ടുപോകുമോ? എന്ത് തോന്നിയവാസം കാണിക്കാന്നാ? നിങ്ങൾക്ക് വേറെ ആരെ കിട്ടിയില്ല? ദക്ഷിണേന്ത്യയില് റേവന്ത് റെഡ്ഡി എന്ന് പറഞ്ഞൊരു മുഖ്യമന്ത്രി ഉണ്ട്. കോൺഗ്രസ്സുകാരനാ, ബി.ജെ.പിക്കാരനല്ല, NDA-കാരനുമല്ല, നല്ല ഈശ്വര വിശ്വാസിയാ. സിദ്ധരാമയ്യ ഈശ്വര വിശ്വാസിയല്ല. പോട്ടെ, ദക്ഷിണേന്ത്യയിൽ ഈശ്വര വിശ്വാസിയായ നോൺ ബി.ജെ.പി, നോൺ NDA, നിങ്ങളെ ഇന്ത്യ മുന്നണിപ്പെട്ട റേവന്ത് റെഡ്ഡി ഇല്ലേ, അങ്ങോരെ വിളിച്ചുകൂടെ? അങ്ങൊരു നല്ല ദൈവവിശ്വാസിയാ. ഞങ്ങൾക്കൊരു വിരോധമില്ലല്ലോ. MK സ്റ്റാലിൻ വരുന്നു എന്നതുകൊണ്ടാണോ ബി.ജെ.പി ആഗോള അയ്യപ്പ സംഗമത്തെ എതിർക്കുന്നത്? നിൽക്കട്ടെ. അതെ, അത് ആദ്യം തന്നെ സ്റ്റാലിനെ വിളിച്ചത് ഇവരെ ഉദ്ദേശം ദുഷ്ടലാക്ക്. സനാതന ധർമ്മം ഡെങ്കു ആണ്, മലേറിയ ആണെന്ന് പറഞ്ഞ് പരത്തുന്നവരെ ഉദ്ഘാടനം ചെയ്തത് ഒന്നാമത്തെ ദുഷ്ടലാക്ക്. നിങ്ങൾ കുറെ രാഷ്ട്രീയക്കാര് വലിയ ആശാമാരായി നടക്കുന്നുണ്ടല്ലോ. ശബരിമലയിൽ പോയിട്ട് ഇടിവെട്ടിയോണാണല്ലോ നിൽക്കുക. അത് അങ്ങനെ ഒന്നും ഇങ്ങനെ തൊഴുക പോലും ഇല്ല. ശബരിമലയിലെത്തിയ ദേവസ്വം മന്ത്രി ഇടിവെട്ടിയോണം എങ്ങനെ നിൽക്കും? നിങ്ങൾ ഈ മലയാളിയന്മാർക്ക് ഒന്ന് ആ ദേവസ്വം ബോർഡിൽ സ്ഥാനം കൊടുക്കുവോ? വോട്ടും കിട്ടാൻ പോകുന്നില്ല, ഓരോ വോട്ടും കിട്ടാൻ പോകുന്നില്ല. കാറൽ മാർക്സിന്റെ പേരിൽ സംഗമം നടത്തിയ ഒരു പൂച്ചക്കുട്ടിയും വരൂല. അതുകൊണ്ട് ഇപ്പോഴത്തെ ആധുനിക മാർക്സിസ്റ്റുകാർ അയ്യപ്പന്റെയും ഗുരുവായൂരപ്പന്റെയും പേരിൽ സംഗമം നടത്തുക ഗതികേട്.
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗതികേട്. കാറൽ മാർക്സിനെ ഫോട്ടോ വെച്ച് സംഗമം നടത്തിട്ട് ഒരു പൂച്ചക്കുട്ടിയും വരില്ല. അപ്പൊ അയ്യപ്പൻ ഗുരുവായൂരപ്പൻ പണ്ട് ക്ഷേത്രങ്ങളൊക്കെ കൊത്തിക്കളഞ്ഞ് കപ്പ നടണെന്ന് പറഞ്ഞവരാ. ഇപ്പൊ ക്ഷേത്രങ്ങളിൽ പോയി കമന്ന് കിടക്കുക. കാരണം അവിടെ പൈസ ഉണ്ടല്ലോ, പൈസ. അളിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതൊക്കെ എന്താണ് ഇവനല്ലേ ഇവിടെ ഇതൊന്നും കൊണ്ടത്? ഞാൻ ചോദിക്കുന്നത്, നിങ്ങളെന്താ MK സ്റ്റാലിനെ വിളിച്ചത്? ഈ സനാതന ധർമ്മം മാത്രമാണോ ഹിന്ദു പാരമ്പര്യം? സനാതന ധർമ്മത്തെ കുറിച്ച് തന്നെ നാനാതരം വ്യാഖ്യാനങ്ങളില്ലേ? ഇവിടെ BJP പ്രതിനിധിയും RSSകാരും പറയുന്ന സനാതന ധർമ്മ വ്യാഖ്യാനമാണോ സാക്ഷാൽ ശ്രീനാരായണ ഗുരു നടത്തിയിട്ടുള്ള സനാതന ധർമ്മ വ്യാഖ്യാനം? അല്ല എന്നുള്ളത് വൈക്കം സത്യാഗ്രഹത്തിൽ നമുക്കറിയാലോ. മഹാത്മാഗാന്ധിയോട് എന്താ ശ്രീനാരായണ ഗുരു സനാതന ധർമ്മത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞത്? ഗാന്ധിജി അന്ന് സനാതന ധർമ്മത്തിന്റെ നിലപാടിൽ നിന്നുകൊണ്ട് ഈ ജാതി വ്യത്യാസമൊക്കെ നിലവിലുള്ളതല്ലേ, അതുകൊണ്ട് എല്ലാ ജാതിക്കാർക്കും ക്ഷേത്രത്തിൽ പ്രവേശനം, വഴിയിലൂടെ പൊതുവഴിയിലൂടെ എല്ലാവർക്കും ഒരുമിച്ച് നടക്കാം എന്ന് പറയുന്ന ന്യായം ശരിയാണോ എന്ന് നാരായണ ഗുരു സ്വാമിയോട് ചോദിച്ചപ്പോ അദ്ദേഹം ഗാന്ധിക്ക് കൊടുത്ത മറുപടി എന്താ? ആ സനാതന ധർമ്മവും ഇല്ലേ? കോടിക്ക് ദർശൻ കോംപ്ലക്സ് ഉണ്ടാക്കി 4 കോടി രൂപ ചെലവിൽ വലിയ നടപ്പന്തൽ നവീകരിച്ചു. ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് അടുത്ത ശനിയാഴ്ച വരാം. എന്താ പറയാ, സൈലന്റ് വാലി കാടുകളിൽ മാത്രം കണ്ടുവരുന്ന സിംഹവാലൻ കുരങ്ങുകൾ എന്ന് പറഞ്ഞ പോലെ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഈ ഇവരെ കണ്ടിട്ട് ഞങ്ങൾക്ക് ആശങ്കയാ. ഞങ്ങൾക്ക് ആശങ്കയാ. 34 കൊല്ലം ഭരിച്ച ബംഗാളിൽ ഇവർ വട്ടപൂജ്യവും ഞങ്ങൾ 70 MLA-മാരുവാ. അപ്പൊ അതൊന്നും പറയണ്ട. ഇവരെന്താ പറഞ്ഞത്? സ്റ്റാലിൻ പറഞ്ഞത് വേറെ ഹിന്ദുത്വമാണ്. ആ സ്റ്റാലിന്റെ മകന്റെ പ്രസംഗത്തിന്റെ വീഡിയോ ഉണ്ടെങ്കിൽ ഒന്ന് കേൾപ്പിച്ചു കൊടുക്ക്. ഏത് ഹിന്ദുത്വത്തെ, ഏത് സനാതന ധർമ്മത്തെ പറ്റിയാ പറഞ്ഞത്? ഏത് സനാതന ധർമ്മത്തെ പറ്റിയാ ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞത്? അതൊന്ന് കേൾപ്പിച്ചു കൊടുക്ക്. മഹാത്മാഗാന്ധിന്റെ സനാതന ധർമ്മത്തെ പറ്റിയാ, ശ്രീനാരായണ ഗുരുദേവന്റെ സനാതന ധർമ്മത്തെ പറ്റിയാ നിൽക്കട്ടെ. ചോദ്യം പറയുമ്പോൾ നിങ്ങൾ ഇടയിൽ പറയില്ല. വീര സവർക്കറുടെ സനാതന ധർമ്മത്തെ പറ്റിയാ? സനാതന ധർമ്മം അത് ഡെങ്കുവാണ്, മലേറിയാണ്, അതിനെ ഇറാഡിക്കേറ്റ് ചെയ്യലാണ് ഇന്ത്യ മുന്നണിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു. കിട്ടി പണി കോൺഗ്രസുകാർക്ക്. കാരണം ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുന്നേ പറഞ്ഞത്. അതിന്റെ പണി നമുക്കിത് വല്ലതും അറിയൂ. ഇതിലേക്ക് തന്നെ വരുന്ന സമയത്ത് അതായത് സ്റ്റാലിനെ പോലത്തെ ഒരാൾ ഈ സനാതന ധർമ്മത്തെ നശിപ്പിക്കണം ഇതുവരെ മാറ്റി പറഞ്ഞോ? അങ്ങനെ പറഞ്ഞു തെറ്റായി പോയി എന്ന് പറഞ്ഞോ? അത് DMKയുടെ അഭിപ്രായമല്ല എന്ന് പറഞ്ഞോ? ഇതുവരെ DMK പറഞ്ഞു ഞങ്ങളുടെ അഭിപ്രായം അല്ലാന്ന്. അപ്പൊ ഇതിനെ നശിപ്പിക്കണം. ഇത് ഡെങ്കുവാണ്, മലേറിയാണ്. ഇതിനെ ഇറാഡിക്കേറ്റ് എന്താ ഇറാഡിക്കേറ്റിന്റെ അർത്ഥം? ഉന്മൂലനം ചെയ്യണം. ഇതിനെ ഏത് സനാതന ധർമ്മത്തെ? അതൊന്ന് കേൾപ്പിച്ചവർക്ക് ടേപ്പില് കൃത്യമായിട്ട് ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിന്റെ സനാതന ധർമ്മം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇവർ പറയുന്ന കുറെ സനാതന ധർമ്മം അന്നായിക്കോട്ടെ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടോ? പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ മൊത്തം സനാതന ധർമ്മത്തെ ഉന്മൂലനം ചെയ്യണം. അത് മലേറിയാണ്, ഡെങ്കുവാണ്, വൈറസ് ആണെന്ന് പറഞ്ഞ ആളെ അവരാ പാർട്ടിക്കാരനെ വിളിച്ചോണ്ട് വരും. ഇവിടെ ഉദ്ദേശം എന്താന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾ അതാ പറയുന്നത്. നിങ്ങൾ ഒരു അഡ്ജസ്റ്റ്മെന്റ് പോണതാ രണ്ടുപേർക്കും നല്ലത്. ഇല്ലെങ്കിൽ RSSന്റെ മനുസ്മൃതിയിൽ അധിഷ്ഠിതമായ സനാതന ധർമ്മത്തെ തന്നെയാണ് ഞങ്ങൾ വിമർശിക്കുന്നത്. ശബരിമല സീസൺ കാലത്ത് എന്തുമാത്രം GST വരവാണ് സംസ്ഥാന സർക്കാരിന്. VG പത്മനാഭൻ അതിന്റെ 50% കൊണ്ടുപോകുന്നത് ആരാ? CGST കൊണ്ടുപോകുന്നത് ആരാ? എന്നിട്ട് നിങ്ങൾ ഇത്രയേറെ വലിയ ഭക്തി താല്പര്യവും വിശ്വാസി താല്പര്യവും ഹിന്ദു സംരക്ഷണവും ഒക്കെ പറയുന്ന നിങ്ങൾ ഈ 11 വർഷത്തിനിടയിൽ ശബരിമലക്ക് വേണ്ടിയിട്ട് ഒരു നയാ പൈസ ചെലവഴിച്ചോ? നിങ്ങളുടെ ഗവൺമെന്റ് കൊടുത്തോ? നിങ്ങൾ സൈക്കോളജിക്കൽ മൂവ്. സർക്കാർ എന്ത് ചെയ്തു? EPP മുസ്തഫ കാര്യങ്ങൾ പഠിച്ചിട്ട് വേണം ചർച്ചയ്ക്ക് വരാൻ. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ദേവസ്വം ബോർഡ് മന്ത്രിയോടോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ചെയർമാൻമാരോടോ പോയി ചോദിക്കും. ഗുരുവായൂർ അമ്പലത്തിൽ പ്രസാദം പദ്ധതിയിൽ കേന്ദ്രം എത്ര കോടി കൊടുത്തു കേട്ടോ? ശരിക്കും കേട്ടോ, പ്രസാദം പദ്ധതിയിൽ ഗുരുവായൂർ എത്ര കോടി കൊടുത്തു എന്ന് പോയി ചോദിക്കും. സ്വദേശി ദർശൻ പദ്ധതിയിൽ ശബരിമലയ്ക്ക് എത്ര കോടി കേന്ദ്രം കൊടുത്തു എന്നൊന്ന് പോയി ചോദിക്കും. അറിയില്ലെങ്കിൽ ഇതൊക്കെ അറിഞ്ഞിട്ട് വേണം ചർച്ചയ്ക്ക് വരാൻ. ഓരോ ശബരിമല സീസണിലും കേന്ദ്ര സർക്കാർ എത്ര പ്രത്യേക തീവണ്ടി ഓട്ടിക്കുന്നുണ്ടെന്ന് അറിയോ? തെലുങ്കാന, ആന്ധ്ര, കർണാടക, മഹാരാഷ്ട്രയിൽ നിന്നും തുടങ്ങിയിട്ട് അറിയോ? ഇതൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് വാ കേട്ടോ. കേന്ദ്ര സർക്കാർ പ്രസാദം പദ്ധതിയിൽ ഇന്ത്യയിലെ, കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ തീർത്ഥാടന കേന്ദ്രങ്ങൾ എല്ലാ സമുദായത്തിലും പെട്ട ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് മാത്രമല്ല
എല്ലാ സമുദായത്തിലും പെട്ട ആരാധനാലയങ്ങൾക്ക് എത്ര കോടി കൊടുത്തു എന്നൊക്കെ ഒന്ന് വായിച്ചിട്ട് വാ. പൊളിയൊന്നും ഉറപ്പായല്ലേ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഇത്രയൊക്കെ വരുത്തി വെച്ചിട്ട് എന്റെ നാവിൽ നല്ല തെറി പോലും വരുന്നില്ലല്ലോ ഈശ്വര. പിന്നെ നിങ്ങൾ വലിയ എന്താ നവോത്ഥാനവും പിന്നെന്താ ശബരിമലയിലെ പുരോഗതിയും പറയും. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ അത്രയ്ക്ക് വലിയ വമ്പന്മാരാണെങ്കിൽ ശബരിമല സ്ത്രീ പ്രവേശന വിധി ഇപ്പോഴും സ്റ്റേ ചെയ്തിട്ടില്ലല്ലോ. സ്റ്റേ ചെയ്തിക്കോ, അത് റിവ്യൂ ചെയ്യാൻ തീരുമാനിച്ചിട്ടേ ഉള്ളൂ. ഇപ്പൊ എന്താ നിങ്ങൾക്ക് സ്ത്രീകളെ കയറ്റണ്ട? ഇപ്പൊ ചുണയില്ല. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ആ ചുണയൊക്കെ പോയി. നിങ്ങൾ അന്ന് കയറ്റിയ ഒരു സ്ത്രീ ഇന്നലെ എല്ലാ ചാനലിലും വന്ന് പറയുന്നത് കേട്ടു, എന്നെ വിളിച്ചില്ല എനിക്ക് വരണമെന്ന്. അവര് വന്നാൽ നിങ്ങൾ കയറ്റി ഇരുത്തുവോ സ്റ്റേജിൽ? നിങ്ങൾ കെട്ടി എഴുന്നള്ളിച്ച് കൊണ്ടുപോയതാണല്ലോ, മറ്റേ പർദ്ദ ഇടിപ്പിച്ചിട്ട്. നിങ്ങൾ വന്ന പമ്പയിലെ ഈ അയ്യപ്പ സംഗമത്തിൽ പിടിച്ചിരുത്തുവോ? ഇപ്പൊ അന്ന് നിങ്ങൾക്ക് വലിയ പ്രിയപ്പെട്ട ആളായിരുന്നല്ലോ, അപ്പൊ നിങ്ങൾ ഇരുത്തുവോ? അതുകൊണ്ട് സൂക്ഷിച്ച് സംസാരിക്കണം. നിങ്ങൾ ഓരോ സമയത്ത് ഓരോ വേഷം കെട്ടരുത്. ശബരിമല വിധി സ്റ്റേ ചെയ്തിട്ടില്ല, നിങ്ങൾ സ്ത്രീകളെ കയറ്റുവോ? നിങ്ങൾ അന്ന് കയറ്റിയ 2 സ്ത്രീകളിൽ ഒരാൾ എന്നെ വിളിച്ചിട്ടില്ല എന്നെ വിളിക്കണമെന്നും അപേക്ഷയും കൊടുക്കുന്നു മുഖ്യമന്ത്രിക്ക്. ആ അപേക്ഷ പരിഗണിച്ച് അവരെ പിടിച്ച് ഇരുത്തുവോ? എന്തെങ്കിലും പറയരുത്. ഞങ്ങൾക്ക് അന്നൊന്നും ഒരു നിലപാടേ ഉള്ളൂ. നിങ്ങളാണ് ഈ ഇടയ്ക്കിടയ്ക്ക് നിലപാട് മാറ്റുന്നത്. ഒരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. അടികൊണ്ട് കിടക്കേടെന്ന് പറയില്ല.